ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി നോർത്ത് ഇന്ത്യൻ വിഭവമായ ആലു സമൂസ. അത് എങ്ങനെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. സമൂസ തയ്യാറാക്കാൻ വേണ്ടി നമ്മളിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ സാൾട്ട് ചേർത്ത് കൊടുക്കുക. ഒരു 200 ഗ്രാം ഡാൽഡ മെൽട്ടാക്കിയിട്ട് വേണം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നല്ലവണ്ണം കുഴച്ചിട്ട് എടുക്കണം. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അധികം ലൂസായി പോറ്, കുറച്ച് കട്ടിയിൽ തന്നെ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുവാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളെ മൈദയെല്ലാം ഇങ്ങനെ കുഴഞ്ഞ് വരുന്നുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാല കൂടി തയ്യാറാക്കാറുണ്ടത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഓയിൽ ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് കടല ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1.5 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ കുറച്ച് വലിയ ജീരകം, അതെല്ലാം നല്ലൊന്ന് മൂത്ത് വന്നതിന് ശേഷം വേണം നമ്മൾ അതിലേക്ക് ഒരു 3 വറ്റൽ മുളക് ചെറുതായി കഷ്ണമാക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചവെള്ളം കൂടി അരച്ചിട്ടുള്ള പേസ്റ്റാണിത്. അതും കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ പച്ചമണമെല്ലാം ഒന്ന് മാറി വരുന്നുണ്ട്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കാശ്മീർ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 2 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചാറ്റ് മസാല, ഒരു 2 ടീസ്പൂൺ ചിക്കൻ മസാല. ഇതിലെല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് സാൾട്ട് കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് കസ്തൂരി മേത്തി കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെക്കുക. എന്നിട്ട് ഒരു 3/4 കിലോ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തത് അതിലേക്ക് ഉടച്ചിട്ട് കൊടുക്കുക. മസാലയും ഉരുളക്കിഴങ്ങെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പം നമ്മളെ സമൂസക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇതുപോലെ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. റോൾ ചെയ്തിട്ട് വേണം നമ്മൾ മുറിച്ചെടുത്തിട്ട് ഒന്ന് പരത്തിയിട്ട് വെക്കുക. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയിട്ട് എടുക്കാൻ വേണ്ടി ഈ ഒരു ഷേപ്പിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നടുവൊന്ന് കട്ട് ചെയ്തിട്ട് 2 പീസാക്കിയിട്ട് മാറ്റി വെക്കുക. നമുക്ക് ഇതിലേക്ക് മസാല അരച്ചു കൊടുക്കണം.
ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിത് ചുറ്റിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അത് മസാല നിറച്ചിട്ട് സൈഡിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് വേണം നമ്മൾ ഈ ഒരു പരുവത്തിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിനെ നമ്മൾ കുറച്ച് ഓയിൽ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഓയിൽ ഓവറായിട്ട് ചൂടാകാൻ പാടില്ല, ഒരു മീഡിയം ചൂടിൽ വേണം നമ്മൾ സമൂസ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ലോണം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. നമ്മളെ സമൂസ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായി കാണും വരെ ഗുഡ് ബൈ.